ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ അടുത്തെത്തി. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഓണം റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇഞ്ചി തൈര് അഥവാ ഇഞ്ചി പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഇഞ്ചി പച്ചടി പല വിധത്തിലും ചെയ്യും. തേങ്ങ അരച്ചും ചെയ്യും, തേങ്ങ അരക്കാതെയും ചെയ്യും. ഞാൻ തേങ്ങ അരക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. സാധാരണ ഓണസദ്യയിൽ എല്ലാ കറിയിലും തന്നെ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കും. അപ്പോൾ ചില കറിയിലൊക്കെ തേങ്ങ അരച്ച് ചേർക്കാതെ ചെയ്യാനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കിട്ടിയ കൂട്ടുകറിയിൽ അതേപോലെ തേങ്ങ അരക്കാതെ തേങ്ങ വറുത്ത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് കുറേ സമയം കേടുകൂടാതെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ നമ്മൾക്കൊന്ന് മാറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഇഞ്ചി പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇഞ്ചി പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 2 കഷ്ണം ഇഞ്ചിയാണ്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. ഞാനിവിടെ കാണുന്ന പോലെ ഇഞ്ചിയുടെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. തീരെ ചെറുതായിട്ട് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് അരിഞ്ഞെടുത്താൽ മതി. ചോപ്പർ ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇഞ്ചി ചോപ്പറിൽ വെച്ചിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ചോപ്പർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ചോപ്പറിലിട്ട് കട്ട് ചെയ്യാനുള്ള ഇഞ്ചി ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോപ്പറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഇഞ്ചിപ്പുളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചോപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ചോപ്പർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ഇഞ്ചിയെല്ലാം ഈ കാണുന്ന പോലെ നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പച്ചടിക്ക് ആവശ്യമായ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 വലിയ പച്ചമുളകാണ്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ചെറിയ പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 3-4 പച്ചമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. പച്ചമുളക് ഇവിടെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് നീളത്തിൽ കീറിയത്, ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴത്തേക്കും പച്ചടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പച്ചടിക്ക് ആവശ്യമായ തൈരാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തൈരാണ്. പച്ചടിക്ക് തൈര് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പുളിച്ച തൈരും എടുക്കരുത്, ഒട്ടും പുളിയില്ലാത്ത തൈരും എടുക്കരുത്. പുളിയില്ലാത്ത തൈരാണെങ്കിലും കൂടുതൽ പുളിച്ച തൈരാണെങ്കിലും പച്ചടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പാകത്തിനുള്ള പുളിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഇനി തൈര് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ച് വെക്കണം. തൈര് ഉപയോഗിക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം പോലത്തെ തൈര് ഉപയോഗിക്കരുത്. കുറച്ച് കട്ടിയായിട്ടുള്ള തൈര് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ ഈ തേങ്ങയിൽ നിന്ന് അരച്ച് ചേർക്കാത്തതാണ്. ഇപ്പോൾ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. ഇഞ്ചിയുടെ പച്ച ചൊവയും മണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇഞ്ചി കരിഞ്ഞൊന്നും പോകരുത്. ഇപ്പോൾ ഇഞ്ചിയെല്ലാം മൂത്ത് ചെറുതായിട്ട് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് കോരി മാറ്റാം. ഇനി കൂടുതൽ സമയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എണ്ണയൊക്കെ കുറച്ച് പോയി കിട്ടും. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഈ പാകത്തിന് വേണം ഇഞ്ചി വറുത്തെടുക്കാനായിട്ട്. കൂടുതൽ കരിഞ്ഞൊന്നും പോകരുത്. ഇനി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടെ വേണമെങ്കിൽ പൊട്ടിക്കാം. പക്ഷേ ഞാനിവിടെ ജീരകം ഉപയോഗിച്ചിട്ടില്ല. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണക്കമുളകും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എടുത്തു വെച്ചിരിക്കുന്ന തൈരിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ആ കടുക് പൊട്ടിച്ചത് ഉള്ളി മൂപ്പിച്ചതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ പച്ചടി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയിട്ട് 2 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ആ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ശരിക്കും തൈരിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അപ്പം സദ്യക്ക് കുറച്ച് സമയം മുമ്പായിട്ടെങ്കിലും ഇത് ഉണ്ടാക്കി വെക്കുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്